ഗ്യാൻപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സങ്കട്ട് ദാസ് എന്നു പേരുള്ള ഒരു മരം വെട്ടുകാരൻ അവന്റെ ഭാര്യ ഗീതയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. സങ്കട്ട് ദാസിന് വളരെയധികം വയസ്സായിരുന്നു. പക്ഷെ അവന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ നദിയുടെ തീരത്തുള്ള കാട്ടിൽ മരം വെട്ടാനായി പോകുമായിരുന്നു. ആ തടി വിറ്റിട്ട് സങ്കട്ട് ദാസിന് കിട്ടുന്ന വളരെ കുറച്ച് കാശിൽ അവരുടെ ജീവിതം നടക്കുമായിരുന്നു. ആ നദിയിൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കാനായി വരുമായിരുന്നു. ഒരു ദിവസം സങ്കട്ട് ദാസ് അവിടെ കണ്ടു, ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വലയിൽ ഒരു മത്സ്യകന്യകയെ പിടിച്ചുവെന്ന്. എന്നെ വിടൂ, ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യയാണ്. എനിക്ക് കാലിന് പകരം വാലുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നിന്നെ തീർച്ചയായും വിടില്ല. നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ഞങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാക്കാം. മത്സ്യത്തൊഴിലാളികൾ ആ കന്യകയുടെ തലയിൽ അടിച്ച് അവളെ ബോധം കെടുത്തി. എന്നിട്ട് ആ മത്സ്യകന്യകയെ അവിടെ തന്നെ കിടത്തിയിട്ട് അവര് കഴിക്കാനായി പോയി. സങ്കട്ട് ദാസ് ഇതൊക്കെ കാണുകയായിരുന്നു. സങ്കട്ട് ദാസിന് മത്സ്യകന്യകയെ കണ്ട് ദയ തോന്നി. അവൻ ആരും കാണാതെ ആ മത്സ്യകന്യകയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് മത്സ്യകന്യകയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. ബോധം തെളിഞ്ഞതും മത്സ്യകന്യക നിലവിളിക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ, എന്നെ ഒന്നും ചെയ്യല്ലേ. പേടിക്കണ്ട, ഞാൻ മീൻപിടുത്തക്കാരനല്ല. എന്റെ പേര് സങ്കട്ട് ദാസ് എന്നാണ്. ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. സങ്കട്ട് ദാസ് കോടാലി വെച്ച് ആ വല വെട്ടി. ഞാൻ നിങ്ങളുടെ ഈ സഹായം ഒരിക്കലും മറക്കില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ വെറും മനുഷ്യത്വം കാരണമാണ് നിങ്ങളെ സഹായിച്ചത്. ഇത്ര പറഞ്ഞിട്ട് സങ്കട്ട് ദാസ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലേക്ക് എത്തിയപ്പോ സങ്കട്ട് ദാസ് കാണുന്നത് അവന്റെ ഭാര്യ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവന് ഭക്ഷണവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തു പറ്റി ഗീത? ഇന്നെന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എല്ലാ ദിവസവും നീ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാറില്ലേ? ഇന്നെന്താണ് നീ ഒന്നും പാചകം ചെയ്യാത്തത്? വീട്ടിൽ ഒരു മണി ധാന്യം പോലും ഇല്ല. ഇന്ന് സർപഞ്ചാണെങ്കിൽ നാട്ടില് ചെണ്ടയടിച്ചിത് ഘോഷണം ചെയ്തു. ഇനി തൊട്ട് ആരും തന്നെ കാട്ടിന്ന് മരം മുറിക്കാൻ പാടില്ലെന്ന്. അല്ല, മരം മുറിക്കുന്നത് സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണോ? അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നമ്മളുടെ അടുത്താണെങ്കിൽ മരം വെട്ടി വിൽക്കുകയല്ലാതെ മറ്റൊരു വരുമാന മാർഗവുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ ആൺകുട്ടികളും ഇല്ല. നമുക്ക് വേണ്ടി നഗരത്തിൽ പോയി കാശ് കൊണ്ടുവരാനായി. വിഷമിക്കണ്ട, ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്നല്ലേ? ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും. ഇന്ന് തടിയെല്ലാം അയച്ചപ്പോൾ 100 രൂപ കിട്ടി. വരൂ, നമുക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. മാർക്കറ്റിൽ പോയി വീട്ടുസാധനങ്ങൾ മേടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. സങ്കട്ട് ദാസും ഗീതയും ധാബയിലേക്ക് കഴിക്കാനായി ചെന്നു. ആ നാട്ടിൽ ഒരു ധാബയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഷേരയും ഹാത്തി എന്ന സഹോദരങ്ങളാ നടത്തിക്കൊണ്ടിരുന്നത്. ഷേർ ചേട്ടാ, ഞങ്ങൾക്കായിട്ട് ഒരു സാധാരണ പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവരൂ. ശരി, കൊണ്ടുവരാം. അരമണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അവരുടെ ഭക്ഷണം എത്തിയില്ല. ഷേർ ചേട്ടാ, ഞങ്ങളുടെ ഭക്ഷണം ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ പിന്നെയും എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾ ഈ തിരക്കൊന്നും കാണുന്നില്ലേ? പക്ഷേ നിങ്ങളല്ലേ പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണം വരുമെന്ന്. നമ്മൾ ഇനി ഒരിക്കലും ഈ ധാബയില് ഭക്ഷണം കഴിക്കാനായി വരില്ല. ഗീത വീട്ടിൽ ചെന്നിട്ട് സങ്കട്ട് ദാസിനോട് പറഞ്ഞു, നമ്മളുടെ നാട്ടിൽ ഒരു ധാബയേ ഉള്ളൂ. അതിലാണെങ്കിൽ എപ്പോഴും തള്ളാണ്. അവിടുത്തെ ഭക്ഷണവും ഒട്ടും നല്ലതല്ല. നമുക്ക് നമ്മളുടെ തന്നെ ഒരു ധാബ തുറന്നാലോ? നമ്മളുടെ ധാബ നന്നായി നടന്നാ നമുക്ക് നല്ല വരുമാനവും കിട്ടും. ഈ കാര്യം എനിക്കും തോന്നിയിരുന്നു. ഞാൻ എന്റെ സ്വർണവള പണയം വെച്ചേക്കാം. അങ്ങനെ ചെയ്താൽ നമുക്ക് വാടക കൊടുക്കാൻ പറ്റുമല്ലേ? സങ്കട്ട് ദാസും ഗീതയും ഷേരയുടെയും ഹാത്തിയുടെയും ധാബയുടെ അടുത്ത് തന്നെ ഒരു കട വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് അവരെ ധാബ അവിടെ തുടങ്ങി. സങ്കട്ട് ദാസ് ചേട്ടാ, ഒരു ഊണിന് എത്ര രൂപയാ? 50 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങ് ഇരുന്നോളൂ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം. സങ്കട്ട് ദാസിന്റെയും ഗീതയുടെ സ്നേഹവും പിന്നെ നല്ല സ്വാദുള്ള ആഹാരം കാരണം അവരുടെ ധാബയിൽ മെല്ലെ മെല്ലെ ആൾക്കാരുടെ സംഖ്യ കൂടി. മറ്റൊരു വശത്ത് ഷേരയുടെയും ഹാത്തിയുടെ ധാബ ഖാലിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസത്തിൽ തന്നെ ഷേരയും ഹാത്തി സഹോദരങ്ങളുടെ ജോലിയും കൂലിയും നിന്നു. ഷേര സഹോദര, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നമ്മുടെ കട ഉടൻ തന്നെ പൂട്ടിപ്പോവും. വെറും 2 മാസത്തിനുള്ളിൽ നമ്മുടെ വരുമാനം പകുതിയിൽ താഴെയായി കുറഞ്ഞു. നമുക്ക് ഈ സങ്കട്ട് ദാസിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്.
ഷേരയ്ക്ക് സങ്കട്ട് ദാസിനെ ചെറുപ്പം തൊട്ടേ അറിയാം. അവനെ അറിയാമായിരുന്നു സങ്കട്ട് ദാസിന് നീന്താൻ അറിയില്ല എന്ന്. ഒരു ദിവസം രാത്രി ഷേരയും ഹാത്തിയും സങ്കട്ട് ദാസിന്റെ അടുത്തെത്തി. അവര് സങ്കട്ട് ദാസിന്റെ മുഖം ഒരു തുണി വെച്ച് മൂടി. എന്നിട്ട് അവർ സങ്കട്ട് ദാസിനെ ഒരു തോണിയിലിരുത്തി നദിയിലെ നടുക്ക് കൊണ്ടുപോയി എറിഞ്ഞു. കുറച്ചു നേരത്തിൽ തന്നെ സങ്കട്ട് ദാസ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സങ്കട്ട് ദാസിന്റെ കണ്ണു തുറന്നു. അപ്പോൾ അയാൾ അറിഞ്ഞു അയാൾ വെള്ളത്തിന്റെ ഉള്ളിലാണെന്ന്. സങ്കട്ട് ദാസ് ഒരിക്കൽ സഹായിച്ച അതേ മത്സ്യകന്യക സങ്കട്ട് ദാസിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞാനിതെങ്ങനെ രക്ഷപ്പെട്ടു? കുറച്ച് ആക്രമികൾ എന്റെ മുഖം മൂടിക്കെട്ടി എന്നെ നദിയിലേക്ക് തള്ളിയിട്ടു. ഞാനാ നിന്നെ രക്ഷിച്ചേ. പക്ഷേ ഞാൻ ഈ വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? കാരണം ഞാൻ നിനക്കൊരു ജാലവിദ്യയുള്ള ഗുളിക തന്നു. മത്സ്യകന്യക സങ്കട്ട് ദാസിന് ഒരു കലം കൊടുക്കും. നീ എപ്പോഴൊക്കെ ഈ കലത്തിൽ കൈയിടുമോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗുളിക വരും. ആ ഗുളിക കഴിച്ചതിന് ശേഷം ആർക്കു വേണമെങ്കിലും വെള്ളത്തിനുള്ളിൽ ശ്വാസം വലിക്കാം. പക്ഷെ ഓർക്കുക, ഈ ഗുളിയുടെ ശക്തി വെറും 12 മണിക്കൂർ വരെ ഉള്ളൂ. ഞാൻ ഈ കലം നിനക്ക് എന്റെ സമ്മാനമായി തരികയാണ്. നിനക്കിത് കൊണ്ടുപോകാം. സങ്കട്ട് ദാസ് ആ കലവും കൊണ്ട് അവന്റെ വീട്ടിലെത്തി. അവൻ ആ കലത്തിനെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവന്റെ ഢാബയിൽ ജോലി ചെയ്യാനായി ചെന്നു. ഷേരയും ഹാത്തിയും അവനെ കണ്ടതും ഞെട്ടിപ്പോയി. സഹോദര, ഈ സങ്കട്ട് ദാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെ തിരിച്ചെത്തി? അവനതൊക്കെ സഹിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹോദര, ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, ഇത്തവണ ഞാൻ ശങ്കർദാസിനെ എവിടെയും വിടില്ല. ഷേര നാട്ടിലെ സർപഞ്ചിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ സർപഞ്ചിനോട് പറഞ്ഞു, സർപഞ്ച് ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സർപഞ്ച് ചേട്ടാ, ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഇത് നിങ്ങൾ പറയണം. ആരും സങ്കട്ട് ദാസിന് അവരുടെ കടകൾ വാടകയ്ക്ക് കൊടുക്കരുതെന്ന്. ഈ സങ്കട്ട് ദാസ് കാരണം എന്റെ ബിസിനസ്സാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. സങ്കട്ട് ദാസ് ധാവ നടത്തിക്കൊണ്ടിരുന്ന കടയിലെ ആ മുതലാളി സങ്കട്ട് ദാസിനോട് കട കാലിയാക്കാനായി പറഞ്ഞു. ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറ്റിയേ? നമ്മള് സമയാസമയം വാടകയും കൊടുക്കണുണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തിനാ നമ്മളെ കടയിൽ നിന്ന് പുറത്താക്കിയേ? സാരമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും കട വാടകയ്ക്ക് ചോദിക്കട്ടെ. സങ്കട്ട് ദാസ് വിഷമിച്ചോണ്ട് നദിയുടെ തീരത്ത് ചെന്നു. അപ്പോ സങ്കട്ട് ദാസിന് കലം കൊടുത്ത അതേ മത്സ്യകന്യക നദിയിൽ നിന്ന് പുറത്തു വന്നു. എന്തു പറ്റി സങ്കട്ട് ദാസ്? നീ എന്താ ഇന്ന് വിഷമിച്ചിരിക്കുന്നേ? ഗ്രാമത്തിലുള്ള ഒരാൾ പോലും എനിക്ക് കട വാടകയ്ക്ക് തരാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല, എനിക്കെന്റെ വീട്ടിൽ ഒരു കട തുടങ്ങാൻ കഴിയില്ല. കാരണം എന്റെ വീട് പ്രധാന റോഡിന്റെ അരികിലല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും വരില്ല. സങ്കട്ട് ദാസ് മത്സ്യകന്യകയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ഢാബ തുറന്നു. ആ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. പക്ഷേ വെള്ളത്തിൽ ഞാൻ എങ്ങനെയാ തീ കത്തിക്കുക? മാത്രമല്ല, ആളുകൾ എങ്ങനെ ശ്വാസം എടുക്കും? വിഷമിക്കണ്ട, പാതാളത്തിലും തീ കത്തിക്കാൻ പറ്റും. ഞങ്ങളും അവിടെ തന്നെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കണേ. പിന്നെ വെള്ളത്തിൽ ശ്വാസം വലിക്കുന്നത് നീ ഓർത്ത് നോക്ക്. ഞാൻ നിനക്കൊരു കലം തന്നായിരുന്നു. അതിൽ ജാലവിദ്യയുള്ള ഗുളികയുണ്ട്. അതെ, അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയി. സങ്കട്ട് ദാസ് നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ഢാബ തുറന്നു. എന്നിട്ട് നാട്ടിലെ എല്ലാ സ്ഥലത്തും ബാനർ വെച്ചു. നാട്ടിലെ ആൾക്കാർ പാതാളത്തിലുള്ള ഢാബ കാണാനായി വളരെ ജിജ്ഞാസരായിരുന്നു. അവരെല്ലാരും നദിയുടെ തീരത്തെത്തി. സങ്കട്ട് ദാസ് എല്ലാവർക്കും കലത്തിന്നെടുത്ത് ഓരോ ഗുളിക കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, ഈ ഗുളികയുടെ പ്രഭാവം 12 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ട് 12 മണിക്കൂറായാൽ ഉടൻ തന്നെ നിങ്ങൾ വെള്ളത്തിന് മുകളിലേക്ക് വരണം. ആൾക്കാര് നദിയുടെ താഴെ പോയിട്ട് പാതാളത്തിലുള്ള സങ്കട്ട് ദാസിന്റെ ഢാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പാതാളത്തിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്തു. സങ്കട്ട് ദാസ് നദിയുടെ തീരത്ത് ഒരു ജോലിക്കാരനെയും നിർത്തി. എന്നിട്ട് അവനോട് അവൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വരുന്നവർ പാത്രത്തിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് സങ്കട്ട് ദാസ് ഢാബയിലേക്ക് ജോലി ചെയ്യാനായി പോയി. മറ്റൊരു വശത്ത് ഷേര ദേഷ്യത്തിൽ തിളയ്ക്കുകയായിരുന്നു. പാതാള ലോകത്തിലെ കട, സങ്കട്ട് ദാസ് ഇത് നല്ല ചതിയാണല്ലോ ചെയ്തത്. നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടേക്കാ പോകുന്നത്. കൂടാതെ മറ്റുള്ള ഗ്രാമത്തിലുള്ളവരെല്ലാം പാതാള ലോകത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ടത് നമ്മോട് വന്ന് പറയുന്നു, നമ്മുടെ കടയിൽ എപ്പോഴും നിശബ്ദത മാത്രം.
സഹോദര, ഞാനും സങ്കർദാസിന്റെ കടയിലേക്ക് പോയിട്ടുണ്ട്. പാതാള ലോകം കാണാൻ വളരെ സുന്ദരമാണ്. വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളെയും അവിടെ കാണാൻ പറ്റും. മിണ്ടരുത്. സങ്കർദാസിന്റെ കട ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിന് പുറത്തുപോയി വേറെ എവിടെയെങ്കിലും കട തുടങ്ങേണ്ടി വരും. ഷീര ഒരിക്കൽ കൂടെ നാട്ടിലെ സർപ്പഞ്ചിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, സർപ്പഞ്ച് ചേട്ടാ, അങ്ങ് സങ്കർദാസിന്റെ കട നദിയിൽ നിന്ന് മാറ്റിത്തരണം. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടത്തിലാണ്. എന്നോട് ക്ഷമിക്കൂ ഷേറ. എനിക്കിനി ശങ്കർദാസിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ശങ്കർദാസിന്റെ കട കാരണം വളരെ ദൂരെ നിന്നുപോലും ആളുകൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന് നല്ല പേര് ലഭിച്ചു. മാത്രമല്ല, വിനോദസഞ്ചാരികൾ കാരണം ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇത്തവണ ഞാൻ നിന്നെ എന്തായാലും സഹായിക്കില്ല. ഷീര അവന്റെ വീട്ടിൽ ചെന്ന് ഹാഥിനോട് പറഞ്ഞു, സർപ്പഞ്ച് ചേട്ടൻ നമ്മളെ സഹായിക്കില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്തു ചെയ്യും സഹോദര? ഷേരയും ഹാഥിയും ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടെ ധാബ തുറന്നു. ഇപ്പോ പാതാളത്തിലുള്ള ഗീതയുടെയും സങ്കർദാസിന്റെയും ധാബ നന്നായി നടന്നു. ഒരു ഗ്രാമത്തിൽ മീനയെന്നും റീനയെന്നും 2 സഹോദരിമാർ ജീവിച്ചിരുന്നു. റീന മൂത്തവൾ, പിന്നെ റീന അവളെക്കാൾ 2 വയസ്സിന് ഇളയതും. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവരുടെ അച്ഛനും റീന മീന എന്ന പേരിൽ ഒരു ഡാബയും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചതിനു ശേഷം റീനയും മീനയുമാണ് ആ ഡാബ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. മീനെ, നിനക്ക് ഓർമ്മയുണ്ടോ നാളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുത്തു കൊണ്ടുവരണം? എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. രാവിലെ വാൻ റെഡിയാക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുമുണ്ട്. നല്ല കാര്യം. വാ, നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കാം. ആ 2 സഹോദരിമാരും ഇതുപോലെ ഡാബയിലെ ജോലിയെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. രണ്ടുപേർക്കുമിടയിൽ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടേയില്ല. രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ, റീന എഴുന്നേക്ക്, വാ, നമുക്ക് വേഗം പുറപ്പെടണം. റീന ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് മീന റീനയെ തൊട്ടുനോക്കി. അപ്പോൾ റീനയ്ക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് മീന മനസ്സിലാക്കി. അയ്യോ, ഇതെന്താ? റീനയുടെ ദേഹം ചൂടുണ്ടല്ലോ. ഇവൾക്കിതെങ്ങനെ പെട്ടെന്ന് ഇത്ര പനി പിടിച്ചു? ഞാൻ ഉടനെ നല്ല ഡോക്ടറെ വിളിക്കണം. മീന ഉടനെ ഹരിയയോട് പറഞ്ഞ് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ റീനയെ ചെക്ക് ചെയ്തിട്ട് ചില മരുന്നുകളും കുറിച്ചു കൊടുത്ത് അവളോട് നന്നായി വിശ്രമിക്കാൻ പറഞ്ഞു. മീനയും റീനയോട് നന്നായി വിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മീനെ, നീ ഇപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഡാബ എങ്ങനെ നീ നോക്കും? ഈ സമയത്താണോ എനിക്ക് അസുഖമൊക്കെ വരേണ്ടത്? റീന, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ ആരോഗ്യം നന്നായി നോക്ക്. ഞാനിപ്പോ ഹരിയോടൊപ്പം ചെല്ലാം. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് ഡാബയിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിന്നെ കാണാൻ വരാം. മീന ഇതുവരെ ഒരിക്കലും തനിച്ച് ഒരു കാര്യവും ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ ഹരിയെയും കൂട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ അവൾ ഒരു പച്ചക്കറി കടക്കാരനെ കണ്ടു. വരൂ മേഡം, വരൂ. ഏത് പച്ചക്കറിയാ പാക്ക് ചെയ്യേണ്ടത്? എല്ലാം ഫ്രഷാണ്. ഏതാണ് വേണ്ടത് മേഡം? ചേട്ടാ, 5 കിലോ തക്കാളി, പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങ്. അയ്യോ മേഡം, ചേട്ടനെന്ന് വിളിക്കരുതേ. എനിക്കും നിങ്ങളുടെ പ്രായമാണ്. എന്റെ പേര് രാഹുൽ. എന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആഹാ, അതെ അതെ. അപ്പൊ രാഹുൽ അങ്ങുന്നേ. ഇങ്ങനെ രാഹുലിനും മീനയ്ക്കുമിടയിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ മീന എന്നും പച്ചക്കറി രാഹുലിന്റെ കയ്യിൽ നിന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവനോട് തന്റെ ഡാബയെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. ഹാ, ഞാനും എന്റെ ചേച്ചിയാണ് ഡാബ നടത്തുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൈസ പാതിയാക്കി വീതിക്കും. ഞങ്ങൾക്ക് അച്ഛനില്ല. എന്റെ ചേച്ചി വളരെ നല്ലവരാ. എന്നെ വളരെ നന്നായി നോക്കും. രാഹുൽ മീന പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു. മീനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു. ഹാ, പക്ഷെ ഞാനിപ്പോ ഡാബയിൽ ചെന്ന് പണി ചെയ്യണം. ഇന്ന് എന്റെ ചേച്ചിയും അവിടെയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എങ്ങനെ നോക്കുമെന്ന് അറിയില്ല. ആ ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. നിനക്ക് തനിയെ കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല. എനിക്കും നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം. മീന രാഹുലിനെ തന്നോടൊപ്പം ഡാബയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഡാബ കണ്ട് രാഹുൽ മീനയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഡാബ കാണാൻ അടിപൊളിയാണല്ലോ. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൽ റീന മീന ഡാബ എന്ന് പേര് വെക്കാതെ മീന ഡാബ എന്ന് മാത്രം പേര് വെച്ചാൽ മതിയായിരുന്നു.
നീ എത്രത്തോളം സുന്ദരിയാ, എത്രത്തോളം അധ്വാനിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ മീന ഡാബ എന്ന് മാത്രം മതിയെന്ന. ഇല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഡാബ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് റീന മീന ഡാബ എന്നാണ്. ഇപ്പോൾ ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ആവശ്യം എവിടെ എന്താ? ഒന്ന് ചിന്തിക്ക്. ഇപ്പോൾ ഈ ഡാബ മുഴുവനും നിന്റെ സ്വന്തമാണെന്ന് കരുത്. നമുക്ക് രണ്ടുപേർക്കും എത്ര സന്തോഷത്തോടെ ജീവിക്കാം. റീനയ്ക്ക് ഒരുപാട് നാളായി രോഗം ഭേദമായതേയില്ല. മറ്റൊരു വശത്ത് രാഹുൽ മീനയെ പതുക്കെ പതുക്കെ റീനയ്ക്ക് എതിരായി മാറ്റി. അവൻ മീനയോട് ആ ഡാബ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറയും. പിന്നെ അവളെ കല്യാണം കഴിക്കാമെന്നും പറയും. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കാമെന്നും പറയും. മീനയും പതുക്കെ പതുക്കെ അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഡാബയുടെ മുദ്രപത്രം റെഡിയാക്കി റീനയെ കബളിപ്പിച്ച് അവളുടെ ഒപ്പും വാങ്ങിച്ചു. റീനയുടെ അസുഖം ഭേദമായതേയില്ല. അതുകൊണ്ട് റീന ഒന്നും ചോദിക്കാതെ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം മീന അവരുടെ പേരായ റീന മീന ഢാബ എന്നത് മാറ്റി മീന ഢാബ എന്ന് മാത്രം വെച്ച് രാഹുലിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ റീനയുടെ അസുഖവും ഭേദമായി. അവൾ ഢാബയിലേക്കും പോയി. അവൾ രാഹുലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഹുലിനെ കണ്ടതും അവൻ ആള് ശരിയല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മീനെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ നമ്മുടെ ബോർഡ് മാറ്റിയത്? പിന്നെ ഇതാരാ? ഇപ്പൊ ഈ ഡാബ എന്റെയാ. നിനക്ക് ഇതിലൊരു അർഹതയുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പേപ്പർ കാണിക്കാം. പിന്നെ റീന, നീ ഇവിടുന്ന് നിരന്തരമായി പോകുന്നതാ നിനക്ക് നല്ലത്. പിന്നെ ഈ ഡാബയെ എന്റെ കാമുകനോടൊപ്പം നോക്കാൻ സമ്മതിക്കേ. രാഹുലാണ് ഇപ്പോൾ മീനയുടെ മനസ്സ് മാറ്റിയതെന്ന് റീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നത് ശരിയാവില്ല എന്നവൾ കരുതി. ഇതെല്ലാം ചെയ്തത് രാഹുലാണെന്നുള്ളത് റീനയ്ക്ക് വളരെ നന്നായി മനസ്സിലായി. രാഹുലിനോടുള്ള പ്രേമമാണ് മീനയെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. അതിനുശേഷം മീന ഡാബയുടെ മുൻപിൽ തന്നെ ഒരു ചെറിയ തട്ടുകടയിൽ റീന ഢാബ എന്ന പേരിൽ ഒരു ഢാബ റീന നടത്താൻ തുടങ്ങി. എന്നാൽ ഫേമസ് ആയ മീന ഢാബ ഉള്ളതുകൊണ്ട് റീനയുടെ ഢാബയിലേക്ക് ആരും തന്നെ വന്നില്ല. എന്റെ ഡാബ നന്നായി നടക്കുന്ന പോലെ ഞാൻ വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് എനിക്ക് മീനയോട് സത്യം പറയാനാകൂ. എന്നിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാകൂ. റീന ഒരുപാട് ചിന്തിച്ച ശേഷം അവൾക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ഒരു പാത്രത്തിൽ തന്നെ 54 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് വെറൈറ്റി കിട്ടുമെന്നും അവൾ കരുതി. അപ്പോൾ ഒരു പാത്രം കൊണ്ട് തന്നെ അവരുടെ മനസ്സും വയറും ഒരുമിച്ച് നിറയുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പുതിയതായി ചെയ്താൽ തന്റെ ഡാബയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്ന് അവൾ കരുതി. ഹാ, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പേര് ബാഹുബലി താലി എന്ന് വെക്കാം. പിന്നെ എന്റെ ഈ ബാഹുബലി താലി സിറ്റി മുഴുവൻ ഫേമസ് ആകും. റീന തന്റെ ബാഹുബലി ഥാലി ലോഞ്ച് ചെയ്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ റീനയുടെ ബാഹുബലി ഥാലി സിറ്റി മുഴുവനും ഫേമസ് ആയി. അങ്ങനെ അവളുടെ റീന ഢാബയെ എല്ലാവരും ബാഹുബലി റീന ഢാബ എന്ന് വിളിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഢാബ വളരെ വലിയൊരു ഢാബയാക്കി മാറ്റി. ഇത് കാരണം മീനയ്ക്ക് തന്റെ മീന ഢാബ അടയ്ക്കേണ്ടതായി വന്നു. ഒരു രാത്രിയിൽ റീന തന്റെ ഢാബ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ 2 ആൾക്കാർ ഒച്ചപ്പാടോടെ ബഹളമുണ്ടാക്കുന്നത് കേട്ടു. ആ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ. ഞാൻ പോകുക. നീ തന്നെ നിന്റെ ഢാബ നടത്ത്. ഒന്നും പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇവിടെ ഈ ഢാബയിൽ തന്നെ നീ തൂങ്ങിച്ചാവ്. പക്ഷേ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. പണമുള്ളതുവരെ സ്നേഹമൊക്കെ കാണും. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയില്ലേ. ഇത് എല്ലാം കേട്ട് മീന കരയാൻ തുടങ്ങി. രാഹുൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ റീന മീനയുടെ അടുത്തേക്ക് വന്നു. അവൾ മീനയെ കെട്ടിപ്പിടിച്ചു. മീന ഒരുപാട് കരഞ്ഞു. അവൾ റീനയോട് മാപ്പും ചോദിച്ചു. റീനയും അപ്പോൾ മീനയോട് ക്ഷമിച്ചു. അങ്ങനെ ആ 2 സഹോദരിമാരും ചേർന്ന് അവരുടെ 2 ഢാബയായ മീന ഢാബയും പിന്നെ റീന ഢാബയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി നാട് മുഴുവനും ഫേമസ് ആയി. അനന്തപുരി ഗ്രാമത്തിൽ നരേന്ദ്രൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾക്കൊരു ഹോട്ടലും ഉണ്ടായിരുന്നു. അയാൾ സത്യസന്ധമായിട്ടാണ് തന്റെ ഹോട്ടൽ നടത്തിപ്പോന്നത്. അവിടെ ബാക്കിയാകുന്ന ഭക്ഷണം അടുത്തുള്ള നായ്ക്കൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഹോട്ടലിന്റെ പുറത്ത് ഒരു കുരങ്ങൻ വന്നു. അവന്റെ നോട്ടം നരേന്ദ്രന്റെ കയ്യിലെ ആ ചപ്പാത്തിയിലായിരുന്നു. എടാ, നിനക്കും റോട്ടി വേണോ? വാടാ വാ, വന്ന് കഴിച്ചോ. നരേന്ദ്രൻ ആ ചപ്പാത്തി നിലത്ത് വെച്ചു. കുരങ്ങൻ അത് കണ്ട് പെട്ടെന്ന് തന്നെ ആ ചപ്പാത്തി എടുത്തു.
എന്നാ നീ കൊള്ളാലോ. അത് കണ്ട് നരേന്ദ്രൻ കുറച്ച് ചപ്പാത്തി കഷ്ണങ്ങൾ കൂടെ താഴെ വെച്ചു. ആ കുരങ്ങൻ അതുമെടുത്ത് അവിടെ ഓടിപ്പോയി. പിന്നീട് എന്നും ആ കുരങ്ങൻ ഹോട്ടലിന് മുന്നിൽ വരാൻ തുടങ്ങി. നരേന്ദ്രൻ ആ കുരങ്ങന് ബാക്കിയാവുന്ന ചപ്പാത്തികൾ കൊടുക്കാനും തുടങ്ങി. മുതലാളി ഈ കുരങ്ങന്റെ സ്വഭാവം വഷളാക്കിയാണല്ലോ. ഇവൻ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. മുതലാളിയാണെങ്കിൽ പുതിയ ചപ്പാത്തി എടുത്ത് കൊടുക്കുകയും ചെയ്യും. അതിന് കുഴപ്പമൊന്നുമില്ല അശോക. നമുക്കും കുടുംബമുള്ളത് പോലെ അവനും സ്വന്തമായിട്ട് കുടുംബം ഉണ്ടാകും. അവർക്ക് വേണ്ടിയാകും ചപ്പാത്തി കൊണ്ടുപോകുന്നത്, അത്രേ ഉള്ളൂ. അതെങ്ങനെ മുതലാളിക്ക് മനസ്സിലായി? അവൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എല്ലാം കഴിച്ചേനെ. പക്ഷേ അവൻ ബുദ്ധിമാനാ. ചപ്പാത്തി എല്ലാം കൊണ്ടുപോകും. എത്ര ചപ്പാത്തി കൊടുത്താലും അതെല്ലാം അവൻ എടുത്തുകൊണ്ടു പോകും. അതുകൊണ്ട് ഉറപ്പായും അവൻ അത് അവന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞായിരിക്കും അവൻ കഴിക്കുക. ഓ, അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ ചെല്ല്, അവൻ ആ ചപ്പാത്തി എടുത്തു കൊടുക്ക്. ഈ മിണ്ടാപ്രാണികൾക്ക് 2 ചപ്പാത്തി കൊടുത്തു എന്ന് വെച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോടില്ല. അശോക കുരങ്ങന്റെ മുന്നിൽ 2 ചപ്പാത്തികൾ വെച്ചു. അവൻ അത് എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ദിവസവും നടന്നുകൊണ്ടേയിരുന്നു. ആ കുരങ്ങൻ പിന്നീട് തന്റെ കുഞ്ഞുങ്ങളെ കൂട്ടി അങ്ങോട്ട് വരാൻ തുടങ്ങി. നരേന്ദ്രൻ അവന് കൂടുതൽ ചപ്പാത്തികൾ കൊടുക്കാനും തുടങ്ങി. നരേന്ദ്രന്റെ ഹോട്ടലിലും കച്ചവടം പൊടി പൊടിച്ചു. അതിനാൽ അവൻ അവിടെ ഒരു പയ്യനെ ജോലിക്ക് നിർത്തി, മാണിക്യൻ. അശോക് ഭക്ഷണം ഉണ്ടാക്കുകയും മാണിക്യൻ ആളുകൾക്ക് വിളമ്പുകയും ചെയ്തു വന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ചിട്ടു. അങ്ങനെ നരേന്ദ്രൻ ആശുപത്രിയിലായി. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും കാല് മുറിച്ചു മാറ്റി ഒരു വികലാംഗനായി തീർന്നു. നരേന്ദ്രന്റെ ഭാര്യ കരഞ്ഞു കരഞ്ഞ് വല്ലാതെ തളർന്നു. ദൈവം ഞങ്ങളോട് എന്തിന് ഇത്ര ക്രൂരത കാണിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സുധാ, നീ ഭഗവാന് നന്ദി പറയണം. ഞാനിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടല്ലോ. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഓർക്കുമ്പോഴാ. ഭഗവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ ജീവിക്കും. നരേന്ദ്രൻ എല്ലാ കാര്യത്തിലും നന്മ കാണുന്നവനായിരുന്നു. ആക്സിഡന്റ് ഉണ്ടായി വികലാംഗനായി പോയെങ്കിലും തന്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ അയാൾ സന്തോഷം കണ്ടെത്തി. ആക്സിഡന്റിന് ശേഷം അയാളുടെ ഹോട്ടൽ കുറെ മാസക്കാലം പൂട്ടിയിടേണ്ടി വന്നു. നരേന്ദ്രൻ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇങ്ങനെയായ നമ്മൾ എന്തു ചെയ്യും? ഞാൻ ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതിന് നിങ്ങള് എല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? അതിന് സുധാ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നീ എന്റെ കൂടെ ഇല്ലേ? നമ്മൾ 2 പേരും ചേർന്ന് ഹോട്ടൽ വീണ്ടും തുറക്കും. എന്താ? ശരി. നരേന്ദ്രൻ എങ്ങനെയും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. പിറ്റേന്ന് രാവിലെ നരേന്ദ്രനും ഭാര്യ സുധയും ഹോട്ടലിലെത്തി. ഹോട്ടൽ വളരെയധികം വൃത്തികേടായിരുന്നു. 2 ആളും ചേർന്ന് അത് വൃത്തിയാക്കി. നോക്കൂ, നമ്മളിത് വൃത്തിയാക്കി. എന്നാൽ എങ്ങനെ ഇതിന്റെ നടത്തിപ്പ്? നോക്കൂ സുധാ, ഞാൻ ഭക്ഷണം പാകം ചെയ്യാം. നീ അത് ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക്. പിന്നെ ടേബിൾ എല്ലാം വൃത്തിയാക്കണം. പിന്നെ കുറച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ നമുക്കൊരു പയ്യനെ ജോലിക്ക് നിർത്താന്നേ. എന്താ? എങ്കി ശരി. ഇതൊക്കെ ആലോചിച്ച് നരേന്ദ്രൻ തന്റെ ഹോട്ടൽ പുനരാരംഭിച്ചു. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് ചില ആളുകൾ വന്നു. കൊള്ളാലോ, കുറെ നാളുകൾക്ക് ശേഷമാണല്ലേ കട തുറന്നത്. അവിടെ വന്നവർക്ക് നരേന്ദ്രന്റെ കാല് കണ്ടപ്പോ അയാളോട് വല്ലാത്ത സഹതാപം തോന്നി. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും കരുതിയോ? എന്തെങ്കിലും ആവട്ടെ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. ശരി, എനിക്കൊരു ഊണെടുത്തോളൂ. ശരി, ഇപ്പൊ കൊണ്ടുവരാം. നരേന്ദ്രൻ ഭക്ഷണം ഉണ്ടാക്കുകയും സുധയത് ആളുകൾക്ക് വിളമ്പാനും തുടങ്ങി. അവരുടെ ജീവിതം പച്ച പിടിക്കാനും തുടങ്ങി. പണ്ടത്തെ പോലെ അല്ലെങ്കിലും ക്രമേണ സമ്പാദ്യം വന്നു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കൂടി ആ രീതിയിൽ കടന്നുപോയി. നരേന്ദ്രൻ വീണ്ടും ആ കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു. കുരങ്ങൻ പതിവ് പോലെ വരാനും തുടങ്ങി. ഒരു ദിവസം സുധയ്ക്ക് തീരെ വയ്യാതെയായി. എന്നിട്ടും അവർ ഹോട്ടലിലേക്ക് വരാൻ തയ്യാറെടുത്തു. സുധാ, നിനക്ക് നല്ല പനിയാണല്ലോ. നീ ഈ അവസ്ഥയിൽ എങ്ങനെ ജോലിയെടുക്കാനാ? നീ ഇന്ന് നന്നായി വിശ്രമിക്ക്. ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട. പക്ഷെ നിങ്ങൾക്കിതെങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും? നീ വിഷമിക്കണ്ടെന്നേ, ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് നന്നായി വിശ്രമിക്കേ. ഞാൻ വികലാംഗനായതിനു ശേഷം നീ ഇവിടെ കിടന്ന് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് സുധാ. ഇന്ന് നീ നന്നായി വിശ്രമിക്കേ.
സുധയ്ക്ക് വിശ്രമിക്കാനൊന്നും തീരെ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ നരേന്ദ്രൻ അവരെ വീട്ടിൽ വിശ്രമിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. നരേന്ദ്രൻ അങ്ങനെ അന്ന് ഒറ്റയ്ക്കാണ് ഹോട്ടലിലെത്തിയത്. കുറച്ചു കഴിഞ്ഞപ്പോ ആളുകൾ വരാനും തുടങ്ങി. എടോ, ഒരു ചായ തന്നേ. ആ ഇപ്പൊ കൊണ്ടുവരാം. നരേന്ദ്രൻ തന്നെ ചായ ഉണ്ടാക്കുകയും ഊന്നുവടിയുടെ സഹായത്തോടെ അതൊക്കെ എല്ലാവർക്കും വിളമ്പാനും തുടങ്ങി. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയും ആളുകൾക്ക് വിളമ്പുകയും ചെയ്യുന്നത് ആ കുരങ്ങൻ കാണുന്നുണ്ടായിരുന്നു. ആ കുരങ്ങൻ എന്താ ചിന്തിച്ചതെന്നറിയില്ല. അവൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിനകത്തേക്ക് കയറി ഭക്ഷണത്തിന്റെ പാത്രങ്ങളും എടുത്ത് അവിടെയുള്ള ആളുകൾക്ക് വിളമ്പാൻ തുടങ്ങി. നരേന്ദ്രൻ ആകെ അമ്പരന്നു പോയി. ഈ കുരങ്ങൻ എന്താ ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആ കുരങ്ങൻ അവിടെ തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. ചേട്ടാ, 3 ഊണെടുത്തോ. അതാ ഇപ്പൊ കൊണ്ടുവരാം. നരേന്ദ്രൻ ഭക്ഷണം പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. ആ കുരങ്ങൻ വളരെ ശ്രദ്ധയോടെ ആളുകളുടെ മേശമേലേക്ക് ഭക്ഷണം കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ആളുകളെല്ലാം ഇത് കണ്ട് അമ്പരന്നു. ഇത് കൊള്ളാലോ ചേട്ടാ. നിങ്ങളുടെ ഹോട്ടലിൽ കുരങ്ങനാണോ ജോലി ചെയ്യുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇവൻ ഇവിടുത്തെ ജോലിക്കാരനൊന്നുമല്ല, എന്നെ സഹായിക്കാൻ നിൽക്കുന്നതാ. ഞാൻ ഇവന് ചപ്പാത്തി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഈ പാവം എന്റെ സഹായത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതാ. നന്നായിട്ടുണ്ട്. അന്ന് മുഴുവനും ആ കുരങ്ങന ഹോട്ടലിൽ പണിയെടുത്തു. ഉച്ചയ്ക്ക് ശേഷം കുരങ്ങന് നരേന്ദ്രൻ 3-4 ചപ്പാത്തികൾ കൊടുത്തു. ഉടനെ അവൻ അതെടുത്തുകൊണ്ട് അവിടുന്ന് പോയി. എനിക്ക് തോന്നുന്നു ഇവൻ ഇനി വരാൻ സാധ്യതയില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആ കുരങ്ങൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോ നരേന്ദ്രൻ ശരിക്കും ഞെട്ടി. കാരണം ഇപ്രാവശ്യം അവന്റെ കൂടെ കുടുംബവും ഉണ്ടായിരുന്നു. ആ കുട്ടികളെ തൊട്ടടുത്തുള്ള മരത്തിലിരുത്തിയിട്ട് 2 കുരങ്ങുകളും കൂടി ഹോട്ടലിനകത്തേക്ക് വന്നിരുന്നു. ഭക്ഷണം പാകമായപ്പോഴേക്കും അവരത് ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുവാനും തുടങ്ങി. കഴിച്ചു തീർത്ത പാത്രങ്ങളെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു. രാവിലെ മുതൽ രാത്രി വരെ ഈ കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. നന്ദി സുഹൃത്തേ. നരേന്ദ്രൻ ആ കുരങ്ങന്റെ കുടുംബത്തിനായി ഭക്ഷണം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവരെ കഴിപ്പിക്കുകയും ചെയ്തു. പിന്നീടെന്നും ആ കുരങ്ങൻ കുടുംബം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരാൻ തുടങ്ങി.